ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അഡ്വാൻസ് കൺട്രോൾ തിയറിയിൽ ഫേസ് ട്രജക്ടറി എന്ന ടോപ്പിക്കാണ്. ഓക്കെ, അതായത് ഫേസ് ട്രജക്ടറി എങ്ങനെയാണ് വരയ്ക്കുന്നത് യൂസിങ് ദ മെത്തേഡ് ഓഫ് ഐസോക്ലൈൻസ്. ഓക്കെ, സോ ഫേസ് ട്രജക്ടറി 3 വിധത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. ബൈ അനലിറ്റിക്കൽ മെത്തേഡ്, ഓക്കെ, ദെൻ ദർ ഇസ് ഡെൽറ്റ മെത്തേഡ്, ദെൻ ദ മെത്തേഡ് ഓഫ് ഐസോക്ലൈൻസ്. ഓക്കെ, സോ 3 രീതിയിലാണ് നമുക്ക് ഫേസ് ട്രജക്ടറി കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ 2 റെഗുലർ പരീക്ഷ, നിങ്ങളുടെ ഈ സിലബസിൽ 2 റെഗുലർ പരീക്ഷയ്ക്കും ചോദിച്ച ചോദ്യമാണ്. അതായത് മെയ് 2019 അതിന് മുമ്പിലത്തെ മെയ് 2018 ഓക്കെ നടന്ന 2 എക്സാമിനും ചോദിച്ച ഒരു ചോദ്യമാണ് ഈ ഫേസ് ട്രജക്ടറി യൂസിങ് ദ മെത്തേഡ് ഓഫ് ഐസോക്ലൈൻസ്. ഓക്കെ ആണല്ലോ. സോ ക്വസ്റ്റ്യൻ നോക്കാം. എ ലീനിയർ സെക്കൻഡ് ഓർഡർ സെർവോ is described by the equation E double dot plus 2 theta omega n E dot plus omega n square is equal to 0, where epsilon അല്ലെങ്കിൽ theta is equal to 0.15, omega n is equal to 1 radians per second, E of 0 is equal to 1.5, E dot of 0 is equal to 0. Determine the singular point, construct the phase trajectory using the method of isoclines. സോ സിംഗുലർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാനുള്ളത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫൈൻ ദ സ്റ്റേറ്റ് വേരിയബിൾസ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ്, ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫൈൻ ദ സ്റ്റേറ്റ് വേരിയബിൾസ് ആണ്. അതായത് ഓക്കെ, സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഡിഫൈൻ സ്റ്റേറ്റ് വേരിയബിൾസ്. നമ്മൾ പറഞ്ഞായിരുന്നു ഫേസ് ട്രജക്ടറി മെത്തേഡ് എന്ന് പറയുന്നത് ഈസ് ആപ്ലിക്കബിൾ ഫോർ ഓൺലി സെക്കൻഡ് ഓർഡർ സിസ്റ്റംസ്. അപ് ടു സെക്കൻഡ് ഓർഡർ സിസ്റ്റംസിന് വരെ നമുക്കിത് ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇ ഡബിൾ ഡോട്ട് പ്ലസ് 2 സീറ്റ ഒമേഗ എൻ ഇ ഡോട്ട് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ ഇ ഇസ് ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ. സോ സ്റ്റേറ്റ് വേരിയബിൾസ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ലെറ്റ് x1 ഈസ് ഈക്വൽ ടു ഇ ആൻഡ് x2 ഈസ് ഈക്വൽ ടു ഇ ഡോട്ട്. സോ ഞാൻ സ്റ്റേറ്റ് വേരിയബിൾസ് ഡിഫൈൻ ചെയ്തു. ഇവിടെ നിന്ന് എനിക്ക് എഴുതാം വിച്ച് ഈസ് ഈക്വൽ ടു x1 ഡോട്ട് എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ നിന്നും സ്റ്റേറ്റ് ഇക്വേഷൻസ് കണ്ടുപിടിക്കണം. ദെയർഫോർ ദ സ്റ്റേറ്റ് ഇക്വേഷൻസ് ആർ x1 ഡോട്ട്, സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് x1 ഡോട്ട് ഈസ് ഈക്വൽ ടു x2 ഡോട്ട് ഈസ് ഈക്വൽ ടു, ഇതാണ് സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ x1 ഡോട്ട് ഈസ് ഈക്വൽ ടു x2 എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു, ആണ് ഫസ്റ്റ് സ്റ്റേറ്റ് ഇക്വേഷൻ. ദെൻ നമുക്ക് വേണ്ടത് x2 ഡോട്ടാണ്. അതെവിടെ നിന്ന് കണ്ടുപിടിക്കാം? ഈ ഒരു ഇക്വേഷനിൽ നിന്നും കണ്ടുപിടിക്കാം. ഓക്കെ, ഈ ഒരു ഇക്വേഷനെ എന്നപ്പോൾ എനിക്ക് എഴുതാം x2 ഡോട്ട് പ്ലസ് 2 സീറ്റ ഒമേഗ എൻ x2 പ്ലസ് ഒമേഗ എൻ സ്ക്വയർ x1 ഇസ് ഈക്വൽ ടു 0. ഇവിടെ നിന്നും എനിക്ക് x2 ഡോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് 2 സീറ്റ ഒമേഗ എൻ x2 മൈനസ് ഒമേഗ എൻ സ്ക്വയർ x1. ഓക്കെ, സോ ഇതാണ് എൻ്റെ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. സോ സ്റ്റേറ്റ് ഇക്വേഷൻസ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് സിംഗുലർ പോയിന്റിലേക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടുപിടിക്കാൻ പോകാം. അല്ലെങ്കിൽ നമുക്ക് ഫേസ് ട്രജക്ടറിയിലേക്ക് പോകാം, ഏത് വേണമെങ്കിലും പോകാം. സോ ഞാനിവിടെ പോകുന്നത് സ്റ്റെപ്പ് 2 ആയിട്ടുള്ള ഫേസ് ട്രജക്ടറിയിലേക്കാണ് പോകുന്നത്. സോ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ദ ഇക്വേഷൻ ഓഫ് ഐസോക്ലൈൻ. ഓക്കെ, സോ എങ്ങനെയാണ് ഐസോക്ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക?
ഐസോക്ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് നമ്മൾ dx2/dx1 എന്നുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് ഐസോക്ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ ഈക്വൽ ടു എസ്, അതായത് സ്ലോപ്പ് ഓഫ് ദ ട്രജക്ടറി എന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം x2 ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? dx2/dt ആണ്, ആണല്ലോ. x1 ഡോട്ട് എന്ന് പറഞ്ഞാൽ dx1/dt ആണ്. സോ dx2/dx1 എങ്ങനെ കിട്ടും? x2 ഡോട്ട് ബൈ x1 ഡോട്ട് ചെയ്യുന്നതിനെയാണ് dx2/dx1 എന്നിട്ട് ചെയ്യുന്നത്. സോ dx2/dx1 എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. എന്ത്? x2 ഡോട്ട് എന്താണ്? മൈനസ് ഒമേഗ എൻ സ്ക്വയർ x1 മൈനസ് 2 സീറ്റ ഒമേഗ എൻ x2 ഡിവൈഡഡ് ബൈ x1 എന്ന് പറയുന്നത് x1 ഡോട്ട് എന്ന് പറയുന്നത് x2. ഓക്കെ, സോ ഞാൻ ആ ഇക്വേഷൻസ് എൻ്റെ ഈ ഇക്വേഷൻസ് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതിയതേ ഉള്ളൂ. dx2/dx1 എന്ന് പറഞ്ഞാൽ x2 ഡോട്ട് ബൈ x1 ഡോട്ട് ചെയ്യുന്നതിനെയാണ്. സോ x2 ഡോട്ട് എന്ന് പറയുന്ന ഈ ഇക്വേഷൻ എഴുതി, x1 ഡോട്ട് എന്ന് പറയുന്ന ഇത് താഴേക്ക് എഴുതി. സോ ഇത് ഈക്വൽ ടു എസ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ ട്രജക്ടറി. ഇത് ഞാൻ ഇക്വേറ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി ഗിവൺ എന്ത് തന്നിട്ടുണ്ട്? സീറ്റ ഈസ് ഈക്വൽ ടു 0.15 ആൻഡ് ഒമേഗ എൻ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. എനിക്ക് കിട്ടും എസ് ഈസ് ഈക്വൽ ടു മൈനസ് x1 മൈനസ് 2 ഇൻറ്റു 0.15 ഇൻറ്റു 1 x2 by x2. Okay, which is equal to minus of x1 plus 0.3 x2 divided by x2. Okay, so s is equal to ഇങ്ങനെ കിട്ടി. ഓക്കെ, s is equal to ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുവാണ്. മൈനസ് x1 by x2 മൈനസ് 0.3 x2 by x2 x2 ക്യാൻസൽ ആയി പോകുമ്പോൾ മൈനസ് 0.3 എന്ന് കിട്ടും. ഇംപ്ലൈസ് എന്താണ്? x1 by x2 is equal to minus of s plus 0.3. Okay, x2 by x1 is equal to minus 1 by s plus 0.3. Okay, ഇവിടെ നിന്നും x2 is equal to minus 1 by s plus 0.3 into x1 എന്ന് എഴുതാം. ഓക്കെ, സോ ഇത് രണ്ട് കേസ് നമുക്ക് എഴുതാൻ പറ്റും. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇത് എളുപ്പമുള്ളവർ ഈ ഒരു രീതിയിലങ്ങ് കണ്ടിന്യൂ ചെയ്തു പോകുക. ഓക്കെ, സോ x2 is equal to minus 1 by s plus 0.3 എന്ന് കിട്ടി. ഇനി എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ട്രജക്ടറി വരയ്ക്കാൻ വേണ്ടി എനിക്ക് ടാബുലേറ്റ് ചെയ്യണം. ഓക്കെ, ട്രജക്ടറി വരയ്ക്കാൻ വേണ്ടി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഫോർ ടിപ്പിക്കൽ വാല്യൂസ് ഓഫ് s draw a large number of isoclines in x1 x2 plane. ഓക്കെ, നമ്മൾ പറഞ്ഞായിരുന്നു ഫേസ് പ്ലെയിൻ എന്ന് പറയുന്നത് x1 x2 പ്ലെയിൻ ആണ്. സ്റ്റേറ്റ് വേരിയബിൾസ് കോർഡിനേറ്റ്സ് ആയിട്ട് വരുന്ന പ്ലെയിനെയാണ് ഫേസ് പ്ലെയിൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫേസ് പ്ലെയിനിൽ എസിനെ അസ്യൂം ചെയ്തിട്ട് നമുക്ക് ലാർജ് നമ്പർ ഓഫ്
എന്ത് വരയ്ക്കണം? ഐസോക്ലൈൻസ് വരയ്ക്കണം. സോ അതിനു വേണ്ടി നമുക്ക് ടാബുലേറ്റ് ചെയ്യാം എസ്. ഓക്കെ, ഇനി x2 is equal to എനിക്ക് കിട്ടിയത് -1/s plus 0.3 x1 and alpha is equal to tan inverse s. ഇത്രയും എനിക്ക് വേണം. ഓക്കെ, ഇത്രയുമാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, സോ എസ് ഞാൻ അസ്യൂം ചെയ്യാൻ പോവാണ്. എസ് ഞാൻ അസ്യൂം ചെയ്യുന്നത് -2.0 -1.0 -0.5 0.5 1.0 2.0. ഓക്കെ, സോ ഇത്രയുമാണ് ഞാൻ അസ്യൂം ചെയ്യുന്ന വാല്യൂസ്. ഓക്കെ, സോ എസിന് ഞാൻ -2 ഇട്ട് കൊടുക്കുമ്പോൾ -2 + 0.3 എന്ന് പറയും, എനിക്ക് x1/1.7 എന്ന് കിട്ടും. ഓക്കെ, -1 ഇട്ട് കൊടുക്കുമ്പം x1/0.7 എന്ന് കിട്ടും. -0.5 ഇട്ട് കൊടുക്കുമ്പോൾ x1/0.2 എന്ന് കിട്ടും. 0 ഇട്ട് കൊടുക്കുമ്പോൾ -x1/0.3 എന്ന് കിട്ടും. ഓക്കെ, 0.5 ഇട്ട് കൊടുക്കുമ്പോൾ -x1/0.8 എന്ന് കിട്ടും. 1 ഇട്ട് കൊടുക്കുമ്പോൾ -x1/1.3 എന്ന് കിട്ടും. ആൻഡ് 2 ഇട്ട് കൊടുക്കുമ്പോൾ -x1/2.3 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ ടാൻ ഇൻവേഴ്സ് എടുക്കുകയാണെങ്കിൽ -2ൻ്റെ -63 ഡിഗ്രി, -1ൻ്റെ -45 ഡിഗ്രി, -0.5ൻ്റെ -27 ഡിഗ്രി, 0യുടെ 0 തന്നെ, 0.5ൻ്റെ 27 ഡിഗ്രി, 45 ഡിഗ്രി, 63 ഡിഗ്രി. ഓക്കെ, സോ ആൽഫ ഇങ്ങനെ കിട്ടും. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ x1 ഓരോ വാല്യൂസാണ് കിട്ടുന്നത്. സോ ഞാൻ എന്നെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു കോളം കൂടെ വരയ്ക്കുവാണ്. ഓക്കെ, ഈ കോളത്തിൽ x1 x2, കാരണം x1നും x2നും ഓരോ ഇക്വേഷനാണ് കിട്ടിയത്. x2 is equal to x1/7. സോ ഒരെണ്ണം നമ്മൾ അസ്യൂം ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. സോ ഒരു ലൈൻ വരയ്ക്കണമെങ്കിൽ 2 പോയിൻറ്റ്സ് അല്ലേ വേണ്ടത്. സോ ഓരോ എസ് വാല്യൂവിന് ഞാൻ 2 ലൈൻസിൻ്റെ 2 പോയിൻറ്റ്സ് എടുക്കുവാണ്. ഓക്കെ, 2 പോയിൻറ്റ്സ് എടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഒരു പോയിൻറ്റ് 0 ആയിട്ട് എടുക്കാം. ഓക്കെ, 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങളതിനെ യോജിപ്പിച്ചാൽ മതി. നമ്മൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇവിടകത്ത് x1 x2 ഒരെണ്ണം നമ്മൾ അസ്യൂം ചെയ്തിട്ട് മറ്റേത് കണ്ടുപിടിക്കണം. സോ x1 എന്ന് പറയുന്ന 1 ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും 0.58. 2 ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും 1.17. ഓക്കെ, ഇനി ഇവിടെ x1 എന്ന് പറയുന്ന 1 ആണെങ്കിൽ 1.4 കിട്ടും. 1.5 ആണെങ്കിൽ 2.1 കിട്ടും. ഇനി 0.5 ആണെങ്കിൽ 2.5 കിട്ടും. ഓക്കെ, സോ ഇനി ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ എല്ലാം ചുമ്മാ കുറേ വാല്യൂസാണ് എടുത്തത്. 2.5 കിട്ടും. ഇവിടെ ഞാൻ എടുക്കുന്ന വാല്യൂസ് 1 2 1 1.5 0.25 ആണ് ഇനി നെക്സ്റ്റ് എടുക്കുന്ന വാല്യൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ഐസോക്ലൈൻസ് വരച്ച് കഴിയുമ്പം, ഓക്കെ, ഞാൻ ഓൾറെഡി വരച്ച് കഴിഞ്ഞു. ഓക്കെ,
നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ അതേപോലെ പറയുവാണെന്ന്. അല്ല, നമ്മൾ വരയ്ക്കുവാൻ എടുക്കുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 0 എടുക്കാം. 0.5-ന് 2.5-ഉം 0-ക്ക് നമുക്ക് 0 തന്നെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, 0.25 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1.25 എന്നുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് 0 വേണമെങ്കിലും എടുക്കാം. ഇതിനകത്ത് 1-നും 2-നും വരെ ഒന്ന് 0 ആക്കി വെക്കുക, വേറൊരു പോയിൻറ്റും കൂടെ മാത്രം കണ്ടാലും മതി. ഓക്കെ, ഇനി 0-ക്ക് 0.5-ന് 1.7 ആൻഡ് 0.75-ന് -1.7 -2.5. ഓക്കെ, 1-ന് -1.25, 2-ന് -2.5, 1-ന് -0.8, 2-ന് -1.5, 1-ന് -0.43, 2-ന് -0.86. ഓക്കെ, ഞാൻ 1-ഉം 2-ഉം എല്ലാം എടുത്തത്. ആദ്യം എല്ലാം 1-ഉം 2-ഉം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചില പോയിൻറ്റ്സ് നമുക്ക് ഗ്രാഫിൻ്റെ വെളിയിൽ പോവും. അതുകൊണ്ടാണ് കുറച്ച് അകത്തേക്കുള്ള വാല്യൂസ് എടുത്തിരിക്കുന്നത്. ഈ വാല്യൂസ് തന്നെ എടുക്കണമെന്നില്ല, ഒരു വാല്യൂവും 0 മാത്രം എടുത്താലും മതി. ഓക്കെ, x1-ന് 0 ഇടുമ്പോൾ x2-ഉം 0 ആയിപ്പോവും. സോ ആ ഒരു പോയിൻറ്റിനെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും നിങ്ങൾക്ക് ഐസോക്ലൈൻസ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നമുക്ക് വരയ്ക്കാൻ തുടങ്ങാം. പക്ഷേ എന്താണ്, എക്സാമിന് എഴുതുമ്പോൾ ചിലപ്പം സമയം കിട്ടിയില്ല എന്ന് വരും. ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വരയ്ക്കുമ്പം ആ ഒരു സ്റ്റേജിൽ 0 എടുത്ത് പെട്ടെന്ന് വരച്ചാലും മതി. ഓക്കെ, സോ നമ്മളിനി ഇത് വരയ്ക്കുമ്പം എക്സ് ആക്സിസ് എന്ന് പറയുന്നത് x1-ഉം y ആക്സിസ് എന്ന് പറയുന്നത് x2 ആണ്. Okay, so this is x1, this is x2. Okay, okay, so x1-ഉം x2 ഞാൻ 1 centimeter is equal to 0.25 എന്നാണ് എടുക്കുന്നത്. 0.25 യൂണിറ്റ്സ് ആണ് എടുക്കുന്നത്. സോ ഇഫ് ദിസ് ഇസ് 0, 0.25, 0.5, 0.75, 1. ഓക്കെ, 2. ഓക്കെ, അതുപോലെ -1, -2, 1, 2, -1, -2. ഓക്കെ, ഇനി ഈ മാർക്സ് എല്ലാം അടയാളപ്പെടുത്തണം. ഓക്കെ, സോ x1 x2 പ്ലെയിൻ ആണ്. ഓക്കെ, സോ എനിക്ക് 1-ന് ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് 0.58 ആണ്. ഓക്കെ, ഇത് 0.25, ഇത് 0.5. ഓക്കെ, ഇനി 0.5, 0.525, 0.55, 0.75. ഓക്കെ, സോ 0.58 ആണ് പറഞ്ഞേക്കുന്നത്. സോ ഈ ഒരു പോയിൻ്റാണ്. ഓക്കെ,
ഇനി അടുത്തത് 2ന് 1.17 ആണ്. സോ 1.025 1.05 1.075 1.1 1.17. ഓക്കെ, സോ ഈ 2 പോയിൻ്റ് ഉണ്ട്. ഇത് ഇങ്ങനെ മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു പോയിൻറ്റും 0 മാത്രം മതി. സോ ഇതിലെ വഴി പോകുന്ന ഒരു പോയിൻ്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ വേണമെങ്കിലും മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് ഐസോക്ലൈൻ ഞാൻ വരച്ചു. ഓക്കെ, ഫസ്റ്റ് ഐസോക്ലൈൻ വരച്ചു കഴിഞ്ഞു. ഇനി അതുപോലെ ബാക്കി എല്ലാ ഐസോക്ലൈൻസും നമുക്ക് വരയ്ക്കണം. ഓക്കെ, സോ ഇതിപ്പോൾ ഒരെണ്ണം വരച്ചു. ഇനി അടുത്തതെന്ന് പറയുന്നത് 1ന് 1.4 1.5ന് 2.1. ഓക്കെ, സോ ഇതെല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് വരയ്ക്കാം. സോ ഞാനിവിടെ ഐസോക്ലൈൻസ് എല്ലാം അടയാളപ്പെടുത്തി. സോ എസ് ഇസ് ഈക്വൽ ടു -2ൻ്റെ ഇതാണിത്. എസ് ഇസ് ഈക്വൽ ടു -1, എസ് ഇസ് ഈക്വൽ ടു -0.5. ഓക്കെ, എസ് ഇസ് ഈക്വൽ ടു 0, എസ് ഇസ് ഈക്വൽ ടു 0.5, എസ് ഇസ് ഈക്വൽ ടു 1 ആൻഡ് എസ് ഇസ് ഈക്വൽ ടു 2. ഓക്കെ, സോ ഇതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഈ x1ഉം x2ഉം. ഓക്കെ, നമ്മൾ കണ്ടുപിടിച്ച x1ഉം x2ഉം പോയിൻറ്റ്സ് ആണ്. ആ പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് ഞാൻ ഐസോക്ലൈൻസ് വരച്ചു. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനകത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, E(0) is equal to 1.5 and E(0) is equal to 0 എന്ന്. ഓക്കെ, ഇത് ഇംപ്ലൈ ചെയ്യുന്ന എന്താണ്? E(0) എന്ന് പറഞ്ഞാൽ x1. ഓക്കെ, x1(0) എന്ന് പറയുന്നത് 1.5ഉം E(0) എന്ന് പറഞ്ഞാൽ x2 എന്ന് പറയുന്നത് 0യുമാണ്. ഇംപ്ലൈസ് എൻ്റെ ഇനീഷ്യൽ പോയിൻറ്റ്സ് is equal to 1.5, 0 ആണ്. ഓക്കെ, സോ എൻ്റെ ഇനീഷ്യൽ പോയിൻറ്റ്സ് 1.5, 0 ആണ്. സോ ഇതാണ് എൻ്റെ ഇനീഷ്യൽ പോയിൻ്റ് 1.5, 0. ഈ ഇനീഷ്യൽ പോയിൻറ്റിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കാര്യമാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കുറേ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. -63, -45, 27, 0. ഇനി ഇതിനെക്കുറിച്ചാണ്. ഓക്കെ, എസ് ഇൻഫിനിറ്റി ആയിരുന്നെങ്കിൽ ടാൻ ഇൻവേഴ്സ് എസ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയതിന്. ഓക്കെ, സോ ആ 90 ഡിഗ്രിയാണ് ഈ വര എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയാണ് എസ് ഇൻഫിനിറ്റി ആവുന്നത്. എസ് ഇൻഫിനിറ്റി ആവുന്ന കേസ് എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റ്, ഈ ഒരു വരയാണ്. ഓക്കെ, സോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് പ്രൊട്രാക്ടർ എടുക്കുക. ഓക്കെ, ഈ ഒരു പോയിൻ്റിൽ വെക്കുക. ഈ ഒരു പോയിൻ്റിൽ വെച്ചിട്ട് 90 മാർക്ക് ചെയ്യുക. ഒപ്പം നമ്മുടെ ഫസ്റ്റ് ആൽഫ വാല്യൂ -63 ഡിഗ്രി. ഓക്കെ, -63 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ മാർക്ക് ചെയ്തു 90 -63. ഓക്കെ, സോ ആ 90ന്ന് നേരെ താഴേക്ക് വരയ്ക്കുക. താഴത്തെ ഫസ്റ്റ് ഐസോക്ലൈനിൽ മുട്ടുന്നത് പോലെ 90ന്ന് വരയ്ക്കുക. ഓക്കെ, അതുപോലെ തന്നെ 63 ഇവിടെ നിന്നാണ് 63 മാർക്ക് ചെയ്യേണ്ടത്. സോ 63 ഇവിടെ ഉണ്ട്. സോ 63 ഇവിടെ നിന്നും
വരയ്ക്കുക ഇങ്ങോട്ടേക്ക്. ഓക്കെ, സോ ഇത് 63 ഡിഗ്രിയുടെ ഇത് 90 ഡിഗ്രിയുടെയുമാണ്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ മിഡ് പോയിൻ്റ് കോമ്പസ് വെച്ച് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സ്കെയിലിൽ മെഷർ ചെയ്തിട്ട് മിഡ് പോയിൻ്റ് എടുക്കുക. ഞാനിപ്പോൾ അല്ലാതെ മിഡ് പോയിൻ്റ് എടുത്തേക്കുവാണ്. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇതിൻ്റെ മിഡ് പോയിൻ്റ് ഇതാണ് എന്നുള്ള രീതിയിൽ ഞാൻ ഈ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. സോ ഇതിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കുക. സോ ഇതിൻ്റെ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇനി ഇവിടെ വെച്ചിട്ട് ഞാൻ ആദ്യം 93 അത് കഴിഞ്ഞ് 90 അത് കഴിഞ്ഞ് 63 ആണ് എടുത്തത്. ഇനി എടുക്കേണ്ടത് എൻ്റെ 63 ഡിഗ്രി 45 ഡിഗ്രിയുമാണ് എടുക്കേണ്ടത്. സോ ഈ ഒരു പോയിന്റിൽ 63 ഡിഗ്രി 45 ഡിഗ്രി. ഓക്കെ, 63 ഡിഗ്രി 45 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇതിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കുക. ഇനി ഇവിടുന്ന് 45 ഡിഗ്രി അടുത്ത ഡിഗ്രിയായ 27 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇത് 45 ഇതിൻ്റെ 27. സോ അതിൻ്റെ മിഡ് പോയിൻ്റ് ഇതാണ്. ഓക്കെ, ഇനി ഇവിടുന്ന് അടുത്തത് 27 0. ഓക്കെ, സോ 27 ആൻഡ് 0. 0 എന്ന് പറഞ്ഞാൽ എന്താണ്? So 27 0 എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ. അടുത്ത ഐസോക്ലൈനിലേക്ക് അതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുക. ദെൻ അഗൈൻ 0, ഇവിടുന്ന് 0 വരയ്ക്കുക. നൗ ദിസ് ഈസ് നോട്ട് ആൻ ഐസോക്ലൈൻ, ഇതാണ് ഐസോക്ലൈൻ. സോ ആ ഐസോക്ലൈനിലേക്കാണ് വരയ്ക്കേണ്ടത് 0. വരച്ചു. ഇനി ഇവിടെ നിന്നല്ല ഇപ്പുറത്തെ സൈഡിൽ നിന്ന് 27 വരയ്ക്കാം. ഓക്കെ, അതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, എഗൈൻ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് 27 45. Okay, 45. അതിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കാം. ഓക്കെ, ദിസ് വിൽ കണ്ടിന്യൂ. ഓക്കെ, സോ ഇത് നമ്മൾ ഇനിയും കൂട്ടി വരയ്ക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഇത്രയും പോയിൻറ്റ്സേ വരയ്ക്കുന്നുള്ളൂ. ഓക്കെ, സോ ഇത് കണ്ടിന്യൂ ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ട്രജക്ടറി മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഇത് ഫുൾ ഐസോക്ലൈൻസിലും കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ഫുൾ ഐസോക്ലൈൻസിലും കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രജക്ടറി കിട്ടും. ഓക്കെ, ഇനി ഇത് എവിടെ ചെന്ന് നിൽക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒറിജിൻ പോയിൻ്റ് ഏതാണ്, അതാണ് നമ്മുടെ സിംഗുലർ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇക്വിലിബ്രിയം പോയിൻറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്,
സിംഗുലർ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ടു ഫൈൻഡ് ദ സിംഗുലർ പോയിൻറ്റ്സ്, നമ്മൾ സിംഗുലർ പോയിൻറ്റ്സ് കുറേ കണ്ടുപിടിച്ചതാണ്. കഴിഞ്ഞ 2 പ്രോബ്ലങ്ങളിൽ എങ്ങനെയാണ് സിംഗുലർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ സിംഗുലർ പോയിൻറ്റ്സ്, പുട്ട് x1 dot is equal to 0 and x2 dot is equal to 0. Implies equation 1 എന്ന് പറയുന്നത് x2 is equal to 0 എന്ന് കിട്ടും. ഇക്വേഷൻ 2 എന്ന് പറയുന്നത് -2 theta omega n x2 minus x1 omega n square is equal to 0 എന്ന് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് 2 പോയിൻറ്റ്സ് കിട്ടും. അതിനകത്തുനിന്ന് നമ്മൾ സീറ്റ ഈസ് ഈക്വൽ ടു 0.15 ആൻഡ് ഒമേഗ എൻ ഈസ് ഈക്വൽ ടു 1 ഇത് കൊടുത്തു കഴിയുമ്പോൾ എന്ത് കിട്ടും? ഓക്കെ, അത് വേണ്ട ആവശ്യമില്ല. x2 ഈസ് ഈക്വൽ ടു 0 അത് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടും -x1 ഒമേഗ എൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എന്ത് x1 ഈസ് ഈക്വൽ ടു 0. സോ therefore സിംഗുലർ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് സീറോ സീറോ. ഓക്കെ, ഇനി ഇത് ഏത് ടൈപ്പ് ഓഫ് പോർട്രേറ്റ് ആണ് കാണിക്കുന്നത് എന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? f1 ഓഫ് x1, x2 ഇസ് ഈക്വൽ ടു ഈ ഇക്വേഷനകത്ത് x2 എന്ന് കൊടുക്കുക. f2 ഓഫ് x1, x2 ഇസ് ഈക്വൽ ടു ഇത്. ഓക്കെ, അതിനകത്ത് ഞാൻ ഈ സീറ്റ 0.15 1 ഇട്ട് കൊടുക്കുമ്പോൾ -x1 മൈനസ് 0.3 x2 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഡോ f1 ബൈ ഡോ x1 is equal to 0, ഡോ f1 ബൈ ഡോ x2 is equal to 1, ഡോ f1 ബൈ f2 ബൈ ഡോ x1 is equal to -1 and dou f2 by dou x2 is equal to -0.3 എന്ന് കിട്ടും. Implies the Jacobian function dou f by dou x എന്ന് പറയുന്നത് 0, 1, -1, -0.3 എന്ന് കിട്ടും. ഓക്കെ, സോ ജക്കോബിയൻ ഫംഗ്ഷൻ കിട്ടി. ഇനി എന്നാ ചെയ്യണ്ടേ? j at 0, 0 is equal to mod of lambda I minus a. Determinant is equal to 0 implies lambda 0, 0 lambda minus 0, 1, -1, -0.3 is equal to 0 implies determinant of lambda -1, 1, lambda plus 0.3 is equal to 0. Lambda into lambda plus 0.3 plus 1 is equal to 0. Lambda 1 comma lambda 2. Okay, comma lambda 2 is equal to -3 by 20 plus or minus j root 391 by 20. Okay, ഇങ്ങനൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്, which is complex with negative real part. Okay, complex with negative real part ആണെങ്കിൽ implies a stable focus. Okay, stable focus ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്? Okay, and it is moving inwards. Okay, so നമ്മൾ വരച്ച ഇതെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഇങ്ങനെ വരച്ച് അവസാനം അത് ഇവിടെ ഈ ഒരു പോയിന്റിൽ വന്ന് നിൽക്കും. ഓക്കെ, ആൻഡ് ആരോ മാർക്ക് എന്ന് പറയുന്നത് ടുവേർഡ്സ് ഇന്നായിരിക്കും. ഓക്കെ, സോ ഇത് ഫുള്ള് നിങ്ങൾ വരയ്ക്കേണ്ട, അറ്റ്ലീസ്റ്റ് ഇവിടം വരെ, അതായത് കൺവേർജിങ് ആണെന്ന് കാണിക്കുന്നിടം വരെ നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, സോ ഇങ്ങനെയാണ്
നമ്മൾ ഫേസ് പോർട്രേറ്റ് ബൈ ഐസോക്ലൈൻ മെത്തേഡ് വരയ്ക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് വൺ മെത്തേഡ്. ഈ ഐസോക്ലൈൻസിൻ്റെ ഈ വര നമുക്ക് വേണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിഗ്രി എടുത്ത് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. ആ ഒരു മെത്തേഡ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇത് വരച്ച് പഠിച്ചാലേ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ സ്റ്റേബിൾ ഫോക്കസ് ആണ്. സിംഗുലർ പോയിൻറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഫേസ് പോർട്രേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഞാൻ കാണിച്ചു തരുമ്പോൾ പ്രൊട്രാക്ടർ വെച്ച് കാണിക്കാൻ എളുപ്പമാണ്. ഫസ്റ്റ് 190, ദെൻ 63 എടുക്കുക, അതിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കുക, ദെൻ 63 പ്ലസ് 63 ആൻഡ് 45 എടുക്കുക, ദെൻ 45 ആൻഡ് 27 എടുക്കുക, 27 ആൻഡ് 0 എടുക്കുക, 0 ആൻഡ് 27 എടുക്കുക. ഈ വര എന്ന് പറയുന്നത് എന്താണ്, ഐസോക്ലൈൻ അല്ല. സോ ഇതാണ് ഐസോക്ലൈൻ. ദെൻ 27, 45, 45, 63, 63, 90. ഓക്കെ, സോ ഇവിടെ വെച്ചെടുക്കുകയാണെങ്കിൽ 63, 90. സോറി, ഇവിടെ 45, 63, 45, 63. Okay, so okay, this one. Okay, അത് കഴിഞ്ഞ് 63, 90 എടുക്കുക. ഓക്കെ, ഇവിടെ നിന്ന് നിങ്ങൾ നോക്കുമ്പം എന്താണ്, ഈ ഒരു പോയിന്റിലേക്കാണ് എടുക്കേണ്ടത്. ഓക്കെ, 63, 90 ഇത് ഒരു ഐസോക്ലൈൻ്റെ പാർട്ടാണ്. സോ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് എടുക്കേണ്ടത്. ഓക്കെ, സോ ഇത് ഇങ്ങനെ വരും. ഓക്കെ, സോ ഈ ഒരു പോയിൻ്റ്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുത്തതുപോലെ 90, 63, 63, 45, 45, 27, 27, 0, 0, 27, 27, 45, 45, 63. ഓക്കെ, വീണ്ടും ആ ഒരു റൗണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ആൻഡ് ദ ആരോ മാർക്ക് ഈസ് ലൈക്ക് ദിസ് ടുവേർഡ്സ് ദ സിംഗുലർ പോയിൻറ്റ് 0, 0. ഓക്കെ, സോ ഇങ്ങനെയാണ് ഫേസ് പോർട്രേറ്റ് വരയ്ക്കേണ്ടത്.